Hi friends, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഐഫോൺ 11 അൺബോക്സിംഗ് നമ്മൾ ഒരു 2-3 ആഴ്ച മുമ്പ് കണ്ടതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഐപാഡ് എയർ 4th ജനറേഷനാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മിസ്റ്റർ ഡിഷോൺ. നമ്മുടെ മറ്റുള്ള വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാണ്. എന്തെങ്കിലും നമ്മുടെ ചാനൽ കട്ട് പണില്ല ഇത് കട്ട് പണിട്ട് നോക്കി. അപ്പോൾ எல்லாமே போயிடுச்சு. இதானே சொன்ன. ஐயோ நீங்களே பேசுங்க, நான் கூட இருக்கேன். நீங்களே என்ன இன்ட்ரோடியூஸ் பண்ணிடுங்க, நான் பேசுறது. நீ பேசல, இடையில ஏதாவது பேசுனேன். ஓப்பன் பண்ணுறதுக்கெல்லாம் ஹெல்ப் பண்ண. ஓகே, അപ്പോൾ ഒരു വാട്ടി കൂടി பண்ணலாம். 64 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ ഐഫോൺ 11 അൺബോക്സിങ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിൻ്റെ സെയിം കളറിലാണ് ഇതും കൂടി നമുക്ക് വന്നിട്ടുള്ളത്. ഇതൊരു റിവ്യൂ യൂണിറ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആപ്പിൾ 2nd ജനറേഷൻ പെൻസിലും കൂടി നമ്മൾ റിവ്യൂ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഐപാഡ് എയർ 4th ജനറേഷൻ. ഇതാണ് നമ്മുടെ കളറ്, ഗ്രീൻ കളറാണ്. നമ്മുടെ ഐഫോൺ 11 വന്നിട്ടുള്ള സെയിം കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐഫോൺ 11 കൂടെയും നമുക്ക് ചാർജർ ബ്രിക്ക് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ നമ്മൾ ഐപാഡ് എയർ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ചാർജിങ് ബ്രിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. നമ്മൾ ഐഫോണിലാണെങ്കിൽ ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിളായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ആപ്പിൾ പെൻസിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ വേറെ മാനുവൽ, പിന്നെ ആപ്പിൾ പെൻസിലാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു 5% അത്രയാണ് നമുക്കിത് ചാർജ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐപാഡിൻ്റെ ഈ സൈഡിൽ ഈ കണക്ട് ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാഗ്നറ്റായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വെൽക്കം ടു ഐപാഡ്. അങ്ങനെ നമ്മുടെ ഹോം സ്ക്രീൻ ഇതാണ് വന്നിരിക്കുകയാണ്. ഐപാഡ് എയറിൻ്റെ ഹോം സ്ക്രീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഐപാഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഐഫോൺ 11 പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ആപ്പിളിൻ്റെ ഒരു ടാബ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐപാഡ് എയർ എന്ന് പറയുന്നത് ഒരു 2020 മോഡലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം നമുക്കറിയാവുന്നതാണ് നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് കുട്ടികൾ അതിൻ്റെ മുമ്പിലിരുത്തി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രീൻ കണ്ണിന് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഐപാഡ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.